കാറ്റത്തീ കിളിക്കൂടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയും സുധീഷും കൂടെ പറയുകയാണ്, നീ എൻ്റെ കൂടെ വന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? എന്നാലും കുഴപ്പമില്ല, ഇവിടുത്തെ സന്തോഷം കൊണ്ട് എനിക്ക് സന്തോഷമാണ് കൂടുതൽ. കാരണം എന്തെന്നാൽ ഇവിടെയുള്ള എല്ലാവരും ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ട് നീ വന്നതിൻ്റെ കാരണം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് വിഷമമുണ്ട്, എൻ്റെ വീട്ടുകാർ ആലോചിക്കുമ്പോൾ ഇതുവരെ മാറിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷിൻ്റെ അടുത്ത് പറയുക, എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അങ്ങനെ അനിയന്മാരെല്ലാവരും കൂടെ പറയുക, എന്നാൽ എന്താ ബാത്റൂമിലോട്ട് പൊയ്ക്കോളൂ, കുളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പോയപ്പോഴത്തേക്കും ലൈറ്റില്ല അതിനകത്ത്. അപ്പോഴത്തേക്കെന്ന് പറയുന്നതാണ്, ലൈറ്റില്ലല്ലോ അകത്ത്, വേറെ എല്ലായിടെ ലൈറ്റുണ്ട്, പക്ഷേ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് നിധി. അങ്ങനെ സുധീഷ് വിളിച്ച് അനിയമ്മയുടെ ചേട്ടൻ്റെ ചോദിക്കുകയാണ്, എല്ലായിടും ലൈറ്റ് ഇട്ടു, എന്നാലെന്താ അവിടെ മാത്രം ലൈറ്റ് ഇടാത്തെ? അപ്പം നിതീഷ് പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടാണോ നിങ്ങൾ വിളിച്ചിട്ട് വന്നത്? ഒരു പെണ്ണെ കൊണ്ടുവരുന്ന കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞോ? കല്യാണം കഴിക്കുന്ന കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതില്ല, എന്നാലും എല്ലായിടം ഇട്ടപ്പം ഇവിടെ ഇട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ലെങ്കിൽ അവർ തമ്മിൽ രണ്ടുപേരും എപ്പോഴും വഴക്കാം, അത് അടിയിലേക്ക് കലാശിക്കുകയുള്ളൂ. അങ്ങനെ അതൊരടിയില്ലാതെ ഒഴിവാക്കി ചേട്ടൻ അതെല്ലാം ഇല്ലാതാക്കി കളയുക. അങ്ങനെ രണ്ടുപേരും രണ്ട് വശത്തേക്ക് പോയി. അങ്ങനെ ടോർച്ചൊക്കെ കൊണ്ട് കൊടുത്ത്, അങ്ങനെ വെട്ടത്തിന് വേണ്ടി ടോർച്ചൊക്കെ അനിയന്മാർ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നിധി കുളിച്ചിട്ട് വരികയാണ്. അപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാമെന്ന് അനിയന്മാർ വിളിക്കുകയാണ്. സുധീഷ് വിളിക്കുന്നുണ്ട്, വാ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കസേരയ്ക്ക് എടുത്തിട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ അവിടെ ഡൈനിങ് ടേബിളൊന്നും ഇല്ലല്ലോ ഇരുന്ന് കഴിക്കാൻ, അവരെ വീട്ടിലെ സാഹചര്യമല്ലല്ലോ ഈ വീട്ടിൽ. അങ്ങനെ കസേരയ്ക്ക് എടുത്തിട്ട് കൊടുത്ത് അവിടെ ഇരിക്കുക. അങ്ങനെ അനിയന്മാരെല്ലാവരും സുധീഷ് എല്ലാവരും തറയിലിരുന്ന് ചേട്ടനെല്ലാവരും കഴിക്കാതിരിക്കുക. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് ചേട്ടനെല്ലാം ഉണ്ടാക്കി വിളമ്പിക്ക് കൊടുത്തുകൊണ്ട് ഇരുന്നപ്പോൾ എല്ലാവരും പറയുകയാണ്, അവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ഞങ്ങൾ താഴെ ഇരിക്കാം. അങ്ങനെ നിധി പറയുന്നു, ഇല്ല ഞാൻ നിങ്ങളുടെ കൂടെ താഴെ ഇരിക്കാമെന്ന് പറഞ്ഞ് താഴോട്ടിരിക്കുകയാണ്. അങ്ങനെ പായൊക്കെ എടുത്തിട്ട് കൊടുത്ത് നിധിയും തറയിലിരുന്ന് ആഹാരം കഴിക്കാൻ പോവുക. അങ്ങനെ സുധീഷിൻ്റെ അച്ഛൻ പുറത്തിരുന്ന് കണ്ടപ്പോൾ ചോദിച്ചു, എന്താ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ കഴിച്ചോളൂ, നിങ്ങൾ ആദ്യം കഴിക്കുമെന്ന് പറയുന്നുണ്ട് ചേട്ടൻ. അങ്ങനെ ചേട്ടൻ കഴിക്കുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട് നിധി. അപ്പോൾ പറഞ്ഞു, അത് നിങ്ങളൊക്കെ കഴിച്ചിട്ട് കഴിക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ നിധി ഭക്ഷണം കഴിക്കുകയാണ്, എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ഇരുന്ന്. എല്ലാവർക്കും സന്തോഷമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ നിധിയും അവരെ കൂട്ടത്തിരുന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവർക്ക് വളരെ ഹാപ്പി ആയിരിക്കുകയാണ്. അങ്ങനെ ചേട്ടന്മാരും അനിയനും എല്ലാം സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്താ സർപ്രൈസ്? അപ്പോൾ പറയുന്നുണ്ട്, അതൊന്നും പറയുന്നില്ല. അപ്പം അനിയൻ പറയുന്നുണ്ട്, അത് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളതിലെ സർപ്രൈസ് അത് കൊള്ളില്ലായിരിക്കും എന്ന് സുധീഷ് പറയുന്നുണ്ട്. എങ്കിൽ അങ്ങനെ തന്നെ വീണ്ടും അടിക്കുള്ള എല്ലാ ഇതും പറഞ്ഞു വരണുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ എല്ലാം ചേട്ടനെല്ലാം ഒതുക്കി വയ്ക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഇതൊക്കെ വലിയ പ്രശ്നമായാൽ കേൾക്കാൻ ഒരാൾ കൂടെ ഉണ്ടല്ലോ വീട്ടിൽ. അതുകൊണ്ട് അടിയൊന്നും ഇപ്പോൾ നടക്കുന്നില്ല, സംസാരമൊക്കെ ഒതുങ്ങി തീരുന്നേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോവുക സുധീഷിനെ റൂമിലോട്ട്. പോയപ്പോഴത്തേക്കും ഒരു മണിയറ ഒരുക്കിയിരിക്കുകയാണ്. അങ്ങനെ ചേട്ടൻ അനിയന്മാരെല്ലാം കൂടെ പൂവൊക്കെ കൊണ്ട് അലങ്കരിച്ച് റൂമൊക്കെ നല്ല ക്ലീനാക്കി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അന്തം വിട്ട് നിൽക്കുക. ഇങ്ങനെയൊന്നും വേണ്ട, ഇപ്പോൾ ഇങ്ങനെയൊന്നും വെക്കണ്ട, പൂക്കളൊന്നും ഇടണ്ട, വീട്ടിൽ നിന്ന് പിണങ്ങിയൊക്കെ വന്നതല്ലേ, അവൾക്ക് വിഷമം ഇതുവരെ മാറിയിട്ടില്ല, അതിനിടയ്ക്ക് നമ്മളിങ്ങനെയൊന്നും ചെയ്യണത് ശരിയല്ല എന്ന് പറയുകയും അങ്ങനെ പൂക്കളെല്ലാം എടുത്ത് റൂമിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധി കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ചോദിക്കുക, എന്തോ ഒരു പൂവിൻ്റെ മണമൊക്കെ ഉണ്ടല്ലോ ഈ റൂമിൽ. അത് പൂവിൻ്റെ മണം, പുറത്തുള്ള പൂവിൻ്റെ മണമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സുധീഷ് വിഷയം മാറ്റുക. അങ്ങനെ നിധിയെടുത്ത് ചോദിക്കുക. നിധി സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്തായിരുന്നാലും നിങ്ങളുടെ വീട്ടുകാരൊക്കെ വലിയ പ്രതീക്ഷയിലിരിക്കുക കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ്, എന്നാലും സത്യാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കണം, അങ്ങനെയല്ല എന്നും എനിക്ക് ഇഷ്ടമത്തോടെ എല്ലാം ഞാൻ വന്നതെന്നും പറയണമെന്ന് നിധി പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെല്ലാം നാളെ പറയാം. എന്നിട്ട് നിധി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, എനിക്ക് ഹോസ്റ്റലിലോട്ട് പോകണം, നാളെ തന്നെ എന്നെ വിടണമെന്ന് പറയുന്നുണ്ട്.
അത് നാളെ രാവിലെ തീരുമാനിക്കാമെന്ന് സുധീഷ് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധി റൂമിലേക്ക് കിടന്ന്